ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. ഞാൻ അടുത്ത ഒരു സ്റ്റോറി ഇടും. 100ാമത്തെ വീഡിയോ ബിരിയാണി വെജാണ് കേട്ടോ. ഈ വീഡിയോയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നത് കുടിച്ചു കഴിഞ്ഞിട്ട് അവരുടെ മുഖത്ത് വന്ന ആ സന്തോഷം, ആ ചിരിയാണ്. അതിനും വലുതായിട്ട് എനിക്കൊരു ഗിഫ്റ്റും കിട്ടാനില്ല, ഒന്നും ഉണ്ടാവാനില്ല. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. എല്ലാവരും രണ്ടും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹലോ, ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞ പോലെ 50 പേർക്ക് മുഹബത്ത് കാ സർബത്ത് കൊടുക്കുന്ന വീഡിയോ ആണിത്. ഇതും തന്നെ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളാണ്. വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ മൈക്ക് യൂസ് ചെയ്തില്ല, അതുകൊണ്ട് പലരും പറയുന്ന കാര്യങ്ങൾ വ്യക്തമല്ല. അത് വലിയൊരു മിസ്റ്റേക്കായിട്ടാണ് ഞാൻ കാണുന്നത്. ശ്രദ്ധാക്കുറവ് അഥവാ അല്ലെങ്കിൽ മറവി എന്ന ഈ 2 സംഗതി കൊണ്ട് കിട്ടിയൊരു അവസ്ഥയാണ്. അടുത്ത പ്രാവശ്യം ഈ മിസ്റ്റേക്കൊക്കെ തിരുത്തി അടിപൊളിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇപ്രാവശ്യത്തെ തെറ്റുകുറ്റങ്ങൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ചെറുപ്പം തൊട്ട് സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെയൊന്നും കയറിയിട്ടില്ല. അതുകൊണ്ട് ആളുകളുടെ അടുത്ത് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴുള്ള ടെൻഷൻ, അത് ഈ വീഡിയോ കണ്ട് തന്നെ അറിയാവുന്നവർക്കൊക്കെ മനസ്സിലാവും. ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് വരും. ആദ്യത്തെ വീഡിയോയിൽ കണ്ടത് ആ ഫാമിലി, ആ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് തോന്നുന്നു. അവർ ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തംസപ്പൊക്കെ തന്നു. വീഡിയോ ഇഷ്ടമായി എന്നുള്ളത് കാണിച്ചതിൻ്റെ തംസപ്പായിരുന്നു അത്. പിന്നെ എൻ്റെ പോലെ തന്നെ പലർക്കും വീഡിയോയുടെ മുമ്പിൽ വരാൻ നാണായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളതാണ് ഇതിൽ എൻ്റെ ഏറ്റവും വിജയമായിട്ട് ഞാൻ കാണുന്നത്. കുടിക്കുന്നവർ മൂത്ത സന്തോഷം നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കി അവർ കഴിക്കുമ്പോൾ അവർക്ക് വരുന്ന സാറ്റിസ്ഫാക്ഷൻ, അത് നമുക്കും എന്താ പറയുക ഫീൽ ചെയ്യും. ഈ മുത്തശ്ശി എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ മുത്തശ്ശി പണ്ട് ഓട്ടോറിക്ഷയിൽ 15 കൊല്ലം 20 കൊല്ലം മുമ്പ് മകൻ്റെ ഒപ്പം ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറയണത്. അപ്പോൾ അത്താണി ഭാഗത്താണ് ഈ മുത്തശ്ശിയുടെ വീട് എന്നും പറഞ്ഞു. അപ്പോൾ ഈ മുത്തശ്ശി അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്, ഈ കാര്യങ്ങൾ, അവരുടെ പഴയ കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, UK ഫുഡി. പിന്നെ 75ാമത്തെ വീഡിയോ ആകുമ്പോൾ ഞാൻ 75 പേർക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത്രയും വലിപ്പം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഇത്രയും വലുതായിരിക്കില്ല, ചെറിയൊരു പരിപാടിയായിരിക്കും ചെയ്യുന്നത്. നമ്മുടെ തൃശ്ശൂരായിരിക്കും ഞാൻ കൂടുതലായിട്ടുണ്ടാവുക, അപ്പോൾ അവിടെ ആയിരിക്കും ഞാൻ ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന പോലെ അവർക്ക് എന്തെങ്കിലും നമ്മൾ കാരണം ഒരു ചെറിയ സന്തോഷം മൂലം ഉണ്ടായാൽ അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 75ാമത്തെ വീഡിയോയിൽ വീണ്ടും വരും. അതുപോലെ ചെറിയ ഫുഡ് ചലഞ്ചുകളുമായിട്ട് വീണ്ടും വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 50ാമത്തെ വീഡിയോയിൽ 50 പേർക്ക് എന്നാലാവുന്ന വിധം ഈ വേനൽക്കാലത്ത് ഈ ചൂടിൻ്റെ ഈ പ്രശ്നത്തിലൂടെ പോകുന്നവർക്ക് ചെറിയൊരു ശമനം അല്ലെങ്കിൽ ചെറിയൊരു സന്തോഷം ചെയ്യാൻ ഞാൻ കാരണം പറ്റിയതിൽ ഞാൻ വളരെ അതീവ സന്തുഷ്ടനാണ്. ഇത് കൊടുത്തതിൽ അവരും സന്തുഷ്ടരായി, ഞാൻ സന്തുഷ്ടരായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അവർക്ക് ഭയങ്കര ഹാപ്പി ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി പുതിയ പുതിയ സംഭവങ്ങളായിട്ട് വരുമ്പോൾ ഞാൻ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് മാറി മറ്റു ജില്ലകളിലേക്കും എത്തി ഇതേപോലെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഏത് കാലത്ത് എപ്പോൾ എങ്ങനെ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എത്തും എന്നെനിക്ക് പറയാൻ പറ്റും. എത്ര കാലം എടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്ന ഒരു 4 കുട്ടികളോടാണ്. എന്നെ അറിയില്ല, എനിക്കും അറിയില്ല. എന്നെ അവർ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്നത് തേക്കിൻകാട് മൈതാനത്ത് വെച്ചിട്ടാണ്. ഞാൻ വണ്ടി നിർത്തി ആ കുട്ടികളിലെ ഒരു പയ്യനെ വിളിച്ചിട്ട്, കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, അവനെ വിളിച്ച് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അവൻ ജസ്റ്റ് ഒരു സെക്കൻഡ് പോലും എടുക്കാതെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ചേട്ടാ ഞാൻ ചെയ്തു തരാം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ക്യാമറമാനായിട്ട് ആരുമില്ല, എന്നൊന്ന് സഹായിക്കാൻ പറ്റിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. അപ്പോൾ അവൻ്റെ അടുത്ത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും
അവർ 4 പേരോടും ഞാൻ പ്രത്യേകം വലിയൊരു നന്ദി പറയുന്നു. പിന്നെ ആ കൊടുക്കുന്ന ടെൻഷനൊക്കെ പതുക്കെ പതുക്കെ മാറി വന്നു. നമ്മുടെ പോലെ എന്താ പറയുക, യങ്സ്റ്റേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കൊടുക്കുമ്പോഴും അവരുമായിട്ടും കംഫർട്ടബിളായിട്ടും ഇത് ചെയ്യാൻ പറ്റി. ഇനി അടുത്ത പ്രാവശ്യം വിളിക്കും ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇത് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി വരുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മുടെ തേക്കിൻകാട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പലർക്കും ഫേസ് റിവീൽ ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. മേ ബി പണ്ട് ഞാനും അങ്ങനെയായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ക്യാമറ കണ്ട അപ്പുറത്തെ വഴി കൂടെയാണ് പോവുക. പിന്നെ കപ്പിൾസ് പതുങ്ങി പോകുന്നത് ഞാൻ കണ്ടിരുന്നു സൈഡിൽ കൂടെ. അവരൊന്നും ഇതിൽ വന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും പെട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ അപ്പൂപ്പൻ പഴയ ഹോട്ടലൊക്കെ നടത്തിയിരുന്ന ആളാന്ന് പറഞ്ഞാൽ ആളെൻ്റെ അടുത്ത് കുടിച്ച് കഴിഞ്ഞിട്ട് റെസിപ്പീസ് കാര്യങ്ങൾ ചോദിക്കലും ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ പഞ്ചസാര വിട്ടുപോയപ്പോൾ ആൾ കൃത്യമായിട്ട് ആ ഒരു വിട്ടുപോയ സംഭവം എന്താണെന്ന് എന്നെ കൊണ്ട് തന്നെ ഓർത്ത് പറയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആളിത് മുമ്പ് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ആൾ ഹോട്ടലിലും വർക്ക് ചെയ്തിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതാവശ്യമുണ്ടാവില്ല. പിന്നെ കുടിച്ചെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. കഴിച്ചിട്ടുള്ളവരടിയിലൊന്ന് കമൻ്റ് ഇടാൻ ഇഷ്ടമായോ ഇല്ലയെന്ന്. അടുത്ത പ്രാവശ്യം ഞാൻ വീണ്ടും കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. 2.0 ആവാൻ ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതിൽ ഒരാൾ ഭയങ്കര ആക്റ്റീവാണെങ്കിലും മറ്റാൾക്ക് മുഖം കാണിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളെ ബ്ലർ ചെയ്തിട്ടാണ് ഞാനിതിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം അടിപൊളിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടാം, ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. UK ഫുഡി എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇതുപോലെ എല്ലാവരും ഹാപ്പി ആക്കണ പോലെ. താങ്ക് യു.